ഞാൻ കുറച്ച് ആൾക്കാരുടെ പേര് പറയാം. അപ്പം അത് നിങ്ങളുടെ മനസ്സിൽ അവരെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരാളെ കുറിച്ച് വരുമ്പോൾ ഒരു കാര്യം പറയാൻ മനസ്സിലൊരു ഓർമ്മ വരുമല്ലോ. അങ്ങനെ എന്താ ആദ്യം അബീക്കയെ കുറിച്ചിട്ട് പറയാൻ. അബീക്കയെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ അമ്മേ, അബീക്കയെ കണ്ട കാലം തൊട്ട് നമ്മൾ വിചാരിച്ചത് മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ അബീക്കയായിരിക്കുന്ന അത്രയും കഴിവാണ്. ഭാവനയിൽ സ്വന്തമായിട്ട് കുറേ കലകൾ കൊണ്ടുവന്ന ഒരാളാണ്. എല്ലാവരും പലതും കടം മേടിച്ചില്ലേ പറയുന്നത്. പുള്ളിയുടെ പ്രൊഡക്റ്റിന് ഒരുപാടുണ്ട്. ഒരു സിനിമ നടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സങ്കല്പം, നടി എന്നൊക്കെ പറഞ്ഞ ഗ്ലാമർ ആണല്ലോ പണ്ടത്തെ സങ്കല്പം. അതിന്റെ ഒരു ഉദാഹരണമാണ് അബീക്ക. പക്ഷെ നമ്മൾ പറയില്ലേ, ഇതൊക്കെ ഭാഗ്യമാണ്, തലയിലെഴുത്താണ്. എത്ര സൗന്ദര്യം ഉണ്ടായാലും എത്ര കഴിവുണ്ടായാലും ദൈവം ഒരു ഭാഗ്യം വെച്ചിട്ടുണ്ട്. ബിഗ് സ്ക്രീനിൽ വരാന്ന് പറയുന്ന ഒരു ഭാഗ്യമാണ്. അപ്പം അത് കുറച്ച് പുള്ളിക്ക് ഭാഗ്യം കുറച്ച് എവിടെയോ ചെറിയൊരു ഇത് വന്നു. അത് മാത്രമാണ്. പക്ഷെ എന്നാലും അബീക്ക എന്ന് പറഞ്ഞ എല്ലാ മിമിക്രിക്കാർക്കും ഇപ്പോഴും അവരെല്ലാവരും ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യം കൂടിയാണ് അത്. ശരി, ഇനി നമുക്ക് മണിച്ചേട്ടനെ കുറിച്ചിട്ടുള്ള ഓർമ്മ എന്താണ്? മണി എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, മണി ആദ്യമായിട്ട് കലാഭവനിലേക്ക് ഇന്റർവ്യൂവിന് 6-ാം നമ്പർ മുറിയിലോട്ട് കടന്നു വരുന്നത് ഒരു കാക്കി ഷർട്ട് ഇട്ടുകൊണ്ട് വരും. അവിടെ വന്ന് പ്രോഗ്രാം പെർഫോം ചെയ്യുന്നത് പുള്ളിയുടെ കണ്ടിട്ടുണ്ടാവുമല്ലോ, പുള്ളി ഇങ്ങനെ എലിയാവുന്നത്, ആവുന്നത്, ഇങ്ങനെ ആവുന്നത്, പിന്നെ പ്രാസം, ഇതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഇതെല്ലാം കേൾക്കുന്നു. പുള്ളിനെ ഫിക്സ് ചെയ്യുന്നു. പുള്ളിയെ ഫിക്സ് ചെയ്ത് 2 ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒരു വീഡിയോ കാസറ്റ് എടുത്തു, കലാഭവൻ കോമഡി എന്ന് പറഞ്ഞു. അതായിരുന്നു പുള്ളിയുടെ ആദ്യത്തെ ക്യാമറ അഭിമുഖീകരിച്ചത്. പിന്നെ അതിന്റെ അടുത്തൊരു കാസറ്റ് വന്നപ്പോഴാണ് നമ്മൾ ടൈറ്റിൽ വരെ ഇട്ട് കൊടുത്തു, ഞാൻ കലാഭവൻ മണി എന്നുള്ള പേരിട്ട്. അതാണ് മണിയെ കുറിച്ചുള്ള. പിന്നെ മണി സിനിമയിലോട്ട് പോയി കുറെ കഴിഞ്ഞപ്പം എനിക്ക് ടച്ചൊക്കെ വിട്ടുപോയി സത്യം പറഞ്ഞു. പിന്നെ ലാസ്റ്റ് ദിവസം മണിയെ കണ്ടു. ഇവിടെ പറയാമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആലോചിക്കുന്ന കാര്യം, മണിയെ മരിച്ചു. മണിയെ കാണാനായിട്ട് ഞങ്ങൾ പോയി. അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സ്ഥലത്ത് ചെന്നു. അപ്പോൾ ലക്ഷങ്ങളാണ് ജനം. പക്ഷെ എന്നെ മാത്രം ആരോ ഒരാൾ പിടിച്ചകത്ത്, കലാഭവൻ എന്ന് പറഞ്ഞ് പിടിച്ച് എന്നെ അകത്ത് കൊണ്ടുപോയി. ഇപ്പോൾ അവിടെ ഒരു 10-15 പേരുണ്ട്, പോലീസും മറ്റേ MP MLA മാരും. ഒരാൾ വന്ന് എൻ്റെ അടുത്ത് ചെവി ചോദിച്ചു, മണിച്ചേട്ടനെ കാണണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. എന്നെ വിളിച്ചുകൊണ്ടങ്ങ് പോയി. അകത്തൊരു റൂമിൽ ചെന്നപ്പോൾ അവിടെ പുള്ളി മാത്രം കിടക്കുന്നു, കൂടെ ഞാനും. ഒരു മനുഷ്യനും ഇല്ല. ഒരാൾ വന്ന് പറഞ്ഞാൽ കാലൊന്ന് പൊക്കി തരുമോന്ന് ചോദിച്ചു എനിക്ക് കുട്ടിക്കെട്ടാൻ. അപ്പം ഞാനത് പൊക്കി കൊടുത്തു, കെട്ടി, കയ്യിലും തൊട്ടു. അപ്പോൾ ഞാൻ എപ്പോഴും ആലോചിച്ചു, മണിയെ ആദ്യം കണ്ട കലാഭവനിലെ റൂമിലും ഞങ്ങളൊരു കുറേ നേരം ഒരുമിച്ച് ഉണ്ടായിരുന്നു. അവസാന ദിവസവും വേറെ ലോകത്ത് ഒരാൾക്കും ഉണ്ടാവില്ല അതേപോലെ. കാരണം ബാക്കിയെല്ലാം ജനലക്ഷങ്ങളുടെ ഇടയിലാണ് മണി വന്നിരിക്കുന്നത്, സ്വന്തം വീട്ടുകാർക്ക് പോലും. പക്ഷെ ഞാൻ അവിടെ കുറേ നേരം ഒരു 5-10 മിനിറ്റ് ആ മുറിയിൽ ഒറ്റയ്ക്ക് ഇരുന്നു. പുറത്തോട്ട് പോയപ്പോൾ പിന്നെ പിടിവിട്ടു പോയി, എത്രയും തിരക്കായിരുന്നു. അപ്പോൾ ആ തുടക്കവും കലാഭവൻ എന്ന് പറഞ്ഞപ്പോൾ അവസാനവും ഞാൻ ഉണ്ടായിരുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. ആദർശയെ കുറിച്ച് നിങ്ങൾ ഭയങ്കര സുഹൃത്തുക്കളാണ്. ഇവര് റേറ്റിംഗ് ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് പോകും. പക്ഷെ റേറ്റിംഗ് കുറ്റം പറഞ്ഞില്ലല്ലോ. ഇന്ന് ആദർശക്ക് അതായത് ഉഴപ്പനായിരുന്നോ? ഉഴപ്പ്, വായനോട്ടം, അതൊക്കെ ഉണ്ട്. അന്ന് എന്നൊക്കെ വായ്പണ്ട് വായന വായ നോക്കിയിട്ടുണ്ട്. ഇവർക്കേ കൃത്യം പറയാൻ പറ്റുള്ളൂ. ഞങ്ങള് മിമിക്രി, ഞാൻ പറഞ്ഞില്ലേ, പ്രസാദേട്ടൻ പറഞ്ഞല്ലോ വീഡിയോ കാസറ്റ്. പ്രസാദേട്ടനാണ് വീഡിയോ കാസറ്റ്, അതായത് ആ ഒരു വീഡിയോ കാസറ്റ് ആദ്യമായിട്ട് ഇവരെയൊക്കെ മുഖം കാണിപ്പിക്കുന്നത് പ്രസാദേട്ടൻ. അതായത് ദിലീപേട്ടൻ, ആദിർശ, അശോകേട്ടൻ, എല്ലാവരെയും ഇവരുടെ കൂടെ ഞാനുണ്ടല്ലോ. അന്ന് ഞാൻ മാത്രല്ലേ ഉള്ളൂ. എത്ര ഭംഗിയില്ലെങ്കിലും എത്ര ഭംഗി ഉണ്ടായാലും ഒരാള് നോക്കി പോകും. പിന്നെ ഗ്ലാമറുള്ള കാണുമ്പോഴല്ലേ ബോധം അങ്ങനെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലാതാവുന്നത്. അത് ശരി. തെസ്നിത്തേടെ ഉമ്മയെ കുറിച്ചിട്ട് എന്താ അഭിപ്രായം? എത്ര എപ്പിസോഡാ? 1, 2 രണ്ടിലൊതുക്കാൻ പറ്റില്ല എന്നറിയാം ഉമ്മയുടെ കാര്യങ്ങള്. എന്നാലും ഉമ്മ ഒരു ഭയങ്കര സ്റ്റാർ ആയിരുന്നു ആ കാലഘട്ടത്തിൽ. അതെ, അല്ല അന്ന് ഉമ്മ എപ്പോഴും പ്രോഗ്രാമിന് കൂടെ ഉണ്ടാവുമല്ലോ. ഞങ്ങള് വേൾഡ് ടൂറിന് പുറപ്പെട്ടതൊക്കെ ഭയങ്കര സംഭവമാണ് കേട്ടാ. കാരണം ഈ വിസ പോലും ഇല്ലാതെയാണ് കലാഭവൻ പുറപ്പെടുന്നത്. വിസ അടിച്ചിട്ടില്ല. കാരണം അന്ന് പോയില്ലെങ്കിൽ പറ്റില്ല. പിറ്റേ ദിവസം സ്വിറ്റ്സർലൻഡ് പോരാൻ നടത്തണം. എയർപോർട്ടിൽ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് 9:30 മണിക്ക് അറിയുന്നത് ഷെങ്കൻ വിസ അടിച്ചു എന്ന് എന്ന് കേൾക്കുമ്പോൾ ഞങ്ങൾ കൈയടിച്ചു. ഇവരൊക്കെ ഓടി വന്നു. കാരണം എയർപോർട്ടിൽ കിടന്ന് ബഹളം ഉണ്ടാക്കാൻ പാടില്ല. എന്താന്ന് ചോദിച്ചു. ഞങ്ങൾ വിസ അടിച്ചു. അല്ലോ, വിസ അടിക്കാത്തതാണ് നിങ്ങൾ പോണ പ്രസാദേട്ട. എല്ലാവരുടെ പേര് മാറ്റി പറയും. പ്രസാദേട്ടന്റെ പേരൊക്കെ മാറ്റി പറഞ്ഞിട്ടുണ്ടാവൂല്ലേ? പ്രസാദിനോട് ഇപ്പൊ പറയുന്നുണ്ട്, എന്താണ് പ്രസാദേ
അവള് പറയുന്നത് വല്ല പൊട്ടത്തരാന്നൊക്കെ നോക്കണം. പിന്നെ പ്രസാദ് കുറച്ച് ഡിസ്ട്രിബ്യൂഷൻ ആയതാണെന്ന് പറയും. ഇന്ന് വൈകുന്നേരം ഇന്നലെ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചപ്പോ അപ്പൊ മമ്മിന്റെ അർത്ഥത്തിൽ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേമസ് ആണ് പറയണത്. ടൈനി ടോമും കുക്കുംബറും കൂടെ വന്നിരുന്നു. കുക്കുംബർ ഉണ്ടപ്പക്രൂനെ പറഞ്ഞു എല്ലാവർക്കും പുള്ളിക്കാരിക്ക് വേറെ പേരുണ്ട്. ടൈനി ടോം ആൻഡ് കുക്കുംബർ. പിഷാരടീനെ ഇപ്പോഴും വിളിക്കുന്ന ശങ്കരാടി എന്നാ. അയ്യോ. പക്ഷെ എനിക്ക് തോന്നുന്നു ആർക്കും അതൊരു എന്താ ഞങ്ങളുടെ പേര് മാറ്റി വിളിച്ചു എന്ന് പറഞ്ഞ ഒരു സങ്കടം അങ്ങനെയൊന്നുമല്ല. എല്ലാവരും എൻജോയ് ചെയ്യും. അത് എന്റെ അമ്മയും വിളിക്കണം അങ്ങനെ ശങ്കരാടി.